One of the ideas behind the Java's automatic management memory model is that programmers can be spared the method of having to perform modern management memory. In some cases, memory for the creation of the object is implicitly added from the hill. Implicitly allocation and explicitly deallocation. Okay, we will explain it later. Considering examine the explicit value for create other object that this object might perform this function. In some Java programs, the constructions can be spared to perform modern management memory. Is nothing needs to be. Jilu, what's happening there? Sorry, sir. തിരുവല്ല ചേട്ടാ തലയിലെ പറമ്പുഴയല്ലേ? എടോ ആ കോട്ടയം വണ്ടിയിലെങ്ങാൻ പോയി കയറ്. തിരുവല്ലക്കുള്ള ത്രൂ ടിക്കറ്റ് എന്നെ ഫുള്ളാണ്. ശരി. എന്റെ പൊന്നച്ചായ ഒന്നും പറയരുത്. ഇന്നും അയാളെന്നെ വില്ലൻ സോഫ്റ്റ്വെയർ സാറ്. ആ വാ. ആണോ? പഠിച്ച പണി ചെയ്യാൻ അറിയാൻ വയ്യാത്തവരച്ചായ സാറുമാരാ. അതെയോ? അതല്ലേ അയാളുടെ ഇൻഫോസിസിലെ പണി പോയത്. ഞങ്ങളുടെ പാട്. ഇതൊന്നും വേണ്ട മോളെ. വിലക്കയറ്റം ഇങ്ങനെ പോയാ ഇനി അങ്ങോട്ട് ഇതും ഉണ്ടാവില്ല. തങ്കപ്പൻ ചേട്ടാ, ആ സ്ഥിരം പാഴ്സൽ സർവീസ് കൊള്ളാലോ, നല്ല ഗമകം. മനുഷ്യാവസ്ഥയാണ് മോനെ, മനുഷ്യാവസ്ഥ. ഒരു 1.5 കൊല്ലം മുമ്പാണെങ്കിൽ നിനക്ക് ആ കൊച്ചിന്റെ ഗമകം കാണാനൊക്കത്തില്ല. അതെന്താ? എടാ അവരുടെ വാച്ച്മാൻ നിന്നെ അങ്ങോട്ട് അടുപ്പിക്കേ. ഈ പരിപ്പുവട കച്ചവടക്കാരിക്ക് വാച്ച്മാനോ? തമാശ പറയാതെ. വലിയൊരു ഷെയർ ബ്രോക്കറുടെ മോള പൊളിഞ്ഞുപോയി. പിടിച്ചു വെക്കാൻ അപ്പനിപ്പോൾ ട്യൂഷൻ എടുക്കുന്നു. അമ്മയ്ക്കാണെങ്കിൽ പലഹാര കച്ചവടം. ഈ കൊച്ചിവിടെ പഠിക്കുക BCAക്ക്. അവരൊക്കെ കൊള്ളാവുന്നവരായതുകൊണ്ട് ഗതികേട് വന്നപ്പോൾ കച്ചവടം പരിപ്പുടയിൽ അവസാനിപ്പിച്ചു. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ആ ഗതി വരാതിരിക്കാൻ പ്രാർത്ഥിച്ചു ഒന്നിയോ. സ്ട്രക്ചർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണ്ടേ അച്ഛയ? എന്താ ഉഴുന്നിനും പരിപ്പിനൊക്കെ വില. വെളിച്ചെണ്ണക്കാണെങ്കിൽ അതിന് നീ പാം ഓയിലല്ലേ ഉണ്ടാക്കുന്നത്? അതെ, പക്ഷേ പരിപ്പിനും ഉഴുന്നിനും ഓൾട്ടർനേറ്റീവ്സ് ഇല്ലല്ലോ. ഉണ്ടല്ലോ. പഴയതുപോലെ പരിപ്പുവടയ്ക്ക് തൂരപ്പരിപ്പല്ല നിങ്ങൾ ഉപയോഗിക്കുന്നേ, വില കുറഞ്ഞ കടലപ്പരിപ്പാ. ഉഴുന്നുവടയ്ക്കാണെങ്കിൽ ഉഴുന്നിന്റെ ടേസ്റ്റ് തീരെ ഇല്ലെന്നാ സ്ഥിരം കഴിക്കുന്നവർ പറയുന്നേ. ഇതൊക്കെ സ്ഥിരം കഴിക്കുന്നവർ തട്ടിപ്പോകാത്തതല്ലേ ചേട്ടാ? ആശ്ചര്യം. എന്ത് കിഷോറച്ചായ, കഴിഞ്ഞ 1 കൊല്ലമായിട്ട് വെറും 2.5 രൂപയ്ക്കാ ഞാൻ ഈ ഉഴുന്നോടെ ഇവിടെ തരുന്നത്. ഇതേ വിലക്കേനല്ലേ ജീലു പുറത്തും കൊടുക്കുന്നേ? അവരൊക്കെ സാധാരണക്കാര്. 2.5 രൂപയ്ക്ക് വാങ്ങും, 5 രൂപയ്ക്ക് വിൽക്കും. 100% പ്രോഫിറ്റ്. അച്ചായൻ അങ്ങനെയാണോ? 10 രൂപയ്ക്കല്ലേ പരിപ്പോട വിൽക്കുന്നത്? കട്ട്ലേറ്റ് 15, 200% പ്രോഫിറ്റ്. അതിൽ 1 രൂപ എനിക്ക് തന്നൂടെ ഹാൻസം? വേണ്ട, 50 പൈസ പെർ വട. ഈ മാളുണ്ടല്ലോ, സെൻട്രലൈസ്ഡ് AC, ലിഫ്റ്റ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, പാർക്കിംഗ് സ്പേസ് ഉണ്ട്, തിയേറ്റർ ഉണ്ട്, പിന്നെ വായി നോക്കി നടക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ അതിനൊക്കെ വാടകയും ഞങ്ങൾ കൊടുക്കണം. വില കൂട്ടി വിറ്റല്ലേ പറ്റൂ. ഈ കട്ട്ലറ്റിലേ ഈയിടെയായിട്ട് ബീഫ് കുറവാ, ഉരുളക്കിഴങ്ങാ കൂടുതൽ. അത് ഉരുളക്കിഴങ്ങല്ലട പട്ടി, ചേമ്പാണ്, നാടൻ ചേമ്പ്. 50 പരിപ്പുവട, 50 ഉഴുന്നുവട, 30 കട്ട്ലറ്റ്. എങ്കിൽ എണ്ണുന്നതിന് മുമ്പ് എടുത്തുകൂടെ? എണ്ണം കുറഞ്ഞാലേ അമ്മച്ചി വഴക്ക് പറയും. പോട്ടെ, സീ യു ഹാൻസം. അയ്യോ, I'm sorry. ഇയാളോട് ഞാൻ പറഞ്ഞു എക്സിറ്റ് വഴിയാണ്. ഞാൻ കേട്ടില്ല. കേട്ടില്ലേ? എങ്ങനെ കേൾക്കും?
കാതിൽ കുന്ത്രാണ്ണം കുത്തി കിന്നരിച്ചോണ്ടല്ലേ വണ്ടി ഓടിക്കുന്നത്. മോൾക്ക് വല്ലതും പറ്റിയോ? കുട്ടി വല്ലതും പറ്റിയോ? പുറമേക്കൊന്നും കാണാനില്ല. ഇനി അകത്ത് വല്ലതും ഉണ്ടോന്ന് പരിശോധിച്ചാലേ അറിയൂ. നേരാ, കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഇവിടെ ബൈക്കേന്ന് വീണു. ഞങ്ങൾ എല്ലാവരും പിടിച്ചാ എഴുന്നേപ്പിച്ചത്. പുറമേ ഒരു പരിക്കുമില്ലായിരുന്നു. അയാൾ പുല്ല് പോലെ ബൈക്ക് കൊടുത്ത് അങ്ങ് പോയി. ഒരു 100 മീറ്റർ പോയി കാണും. എന്ന് പറഞ്ഞാ ഡെഡ് ബോഡിയാണ് നിലത്തോട്ട് വീണത്. ആന്തരിക രക്തസ്രാവം. ഒന്ന് പോടോ. എടി ഒന്ന് പതുക്കെ. അപ്പുറത്തെ ഡിങ്കോൾഫി ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ട് വരും, നീ കണ്ടോ? ഓ, ഐശ്വര്യമുള്ള കരുനാക്കെടുത്ത് വളച്ചു. ഇന്ന് അവള് വന്നാ നീ കണ്ടോ? ഞാൻ അവള് മാത്രം ഒരു പഠിപ്പിസ്റ്റ്. നമ്മളൊക്കെ എന്നാ ഞൊട്ടാനിരിക്കുക? ഇത് സ്റ്റഡി ടൈമാണ്. നാളെ മോഡൽ എക്സാം തുടങ്ങാം. എന്ത് കഷ്ടം ഇത്. ജീലു, ഇത് ഞാൻ മേട്ടനോട് കംപ്ലൈന്റ് ചെയ്യും. അത് ജീലു, നീതു സോറി, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ജീലു, സ്റ്റോപ്പ് ഇറ്റ്. ഫിനിഷിംഗ് ടച്ച് കഴിഞ്ഞു. എന്റെ ജീലു, നിനക്കിത് എന്തിന്റെ കേടാ? ഡിസിപ്ലിനും ഇല്ല, സമയത്ത് കാശും കൊടുക്കേല. മേട്ടൻ നിന്നോട് വലിയ സ്നേഹമായിട്ടിരിക്കുക. ഒരു ജെനുവിൻ കംപ്ലൈന്റ് കിട്ടിയാൽ മതി. ഇന്ന് രാത്രി നീ പുറത്താ. എടി മഡ്ഗാർഡ് വീലിൽ ഒറിഞ്ഞിട്ട് വണ്ടി ഓടുന്നില്ല. എടി കഴുതേ, ആക്സിഡന്റ് സ്പോട്ടിൽ പബ്ലിക് സപ്പോർട്ട് നിനക്കല്ലായിരുന്നോ? നാച്ചുറലി. കാരണം ഒരു ഐറ്റം നമ്പർ ആണല്ലോ അപകടത്തിൽപ്പെട്ടത്. പൊതുജനം നന്നായി സപ്പോർട്ടും. പിന്നെ നീ അവനോട് കാശ് വാങ്ങാതിരുന്നെന്താ ചോദിച്ചത്? എന്തേത്? വായിച്ചു നോക്ക്. കൊളോണിയൽ സൊല്യൂഷൻസ് ആൻഡ് സിസ്റ്റംസ്, JKRK, കൊച്ചി. പേര് കേട്ടിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനി മാതിരിയുണ്ട്. ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഇവര് ഉഴുന്നോടെ പാർട്ടീസ് ആണോ? ഇതിന്റെ മറുപടി പ്രോപ്പർ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ പറയാം. എടി, സിറ്റിയിലെ കൊള്ളാവുന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് കൊളോണിയൽ സൊല്യൂഷൻസ്. അതിന്റെ CEO ആണ് എന്റെ സ്കൂട്ടറിൽ വന്ന് മുട്ടിയ പാർട്ടി, KG രാമസ്വാമി അയ്യങ്കാർ. അയ്യേ, കിളവനാ? ഇല്ല, പയ്യൻ, ലേറ്റ് 20s. കാണാനും കൊള്ളാം. കമലഹാസൻ അയ്യങ്കാറാണ്. നമ്മുടെ കോളേജ് ക്യാൻറ്റീനിലെ കുക്കും അയ്യങ്കാരാണ്. ഓക്കെ, ജാതി പറഞ്ഞുള്ള കളി വേണ്ട. എന്റെ പോയിന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. തൽക്കാലം മഡ്ഗാർഡ് ശരിയാക്കാൻ 500 രൂപ അയാളോട് മേടിക്കുന്നതാണോ, അതോ ഈ ഒരു കടപ്പാടിന്റെ പേരിൽ അവന്റെ കമ്പനിയിൽ ഒരു പാർട്ട് ടൈം ജോലി സംഘടിപ്പിക്കുന്നതാണോ ബുദ്ധി? ഓഹോ, ഞാൻ ആ നീതുവിന്റെ തലയ്ക്ക് ചെറിയൊരു മുട്ട് കൊടുക്കട്ടെ, റിപ്പർ സ്റ്റൈലിൽ പ്ലീസ്. ജീലു, അല്ലെങ്കിൽ വേണ്ട, ഇത് വെച്ചൊരു കുത്തു കൊടുത്താലോ? എവിടെ കുത്തും? അവൾക്ക് ഇത്തിരി ഓവർ കോൺഫിഡൻസ് ഉള്ള ഏരിയ തന്നെ കുത്താം. എന്നേതോ കുത്തി. എവിടെ കുത്തി? എവിടെയാ? എന്നെ കുത്തി. പറഞ്ഞോളൂ കുട്ടി, എവിടെയാണെന്ന് പറയൂ. ജീലു എബ്രഹാം, യെസ്, മേട്ടൻ അന്വേഷിക്കുന്നു. എന്നെ പോക്കിടി. ചെല്ല് ചെല്ല്. ഡൈനിങ് ടേബിളിൽ നിന്ന് ഇമാൻസിനെ വിളിച്ചു വരുത്തി കാശ് ചോദിക്കാന്നൊക്കെ പറഞ്ഞാ അതൊരു വകയാണെന്ന് അറിയാഞ്ഞിട്ടല്ല കുട്ടി. മുകളിൽ നിന്ന് ചോദ്യം വരുമ്പോ ഐ ഹാവ് ടു ആൻസർ. താമസക്കാരിൽ അധികവും ജോലിക്കാരികളാണ്. അവരുടെ കാശ് കൃത്യമായി കിട്ടുകയും ചെയ്യും. സ്റ്റുഡൻസിന്റെ കാര്യം പറയുമ്പോ ജീലു ഒഴികെ എല്ലാവരും. ജീലുവിന് ചില സൈഡ് ബിസിനസ്സുകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഒരുവിധം പിടിച്ചു നിൽക്കുന്നത്. സെമിസ്റ്റർ ഫീ കൊടുക്കേണ്ടി വന്നു. പിന്നെ അപ്പൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ എക്സ്പെൻസ് ചില നേരത്ത് പ്രഡിക്റ്റബിൾ അല്ല. 2 മാസമായി വീട്ടിൽ നിന്നുള്ള. ഞാനെന്തായാലും ഈ ആഴ്ച തരാം മാറ്റർ. നീ എന്താ ഫുഡ് കഴിക്കാൻ വരാഞ്ഞത്? അവര് പറഞ്ഞു കഴിക്കണ്ടെന്ന്. ഛേ, അവര് പാവം. നീ സെന്റിമെന്റ്സ് അടിച്ച് വയലിൻ വായിക്കൊന്നും വേണ്ട. ഉള്ള വിശപ്പ് പോയി, അതുകൊണ്ട് കഴിച്ചില്ല. ആഹാരം ഒരു ലക്ഷറിയാണ് ചില നേരം ചില മനുഷ്യർക്ക്.
ദേടി നിന്റെ അമ്മയാ. അമ്മയോ? ഈ നേരത്തോ? അമ്മ ഉം. അമേരിക്കയോ? അതെങ്ങനെ? അമ്മേ, നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആരും അമേരിക്കയിലില്ലല്ലോ. അതില്ലാതെ എങ്ങനെ റെസിഡൻഷ്യൽ വിസ കിട്ടും? അത് പ്രയാസ. ഇല്ലാത്ത വണ്ടിക്കൂലിയും കളഞ്ഞ് ക്ലാസ്സും കട്ട് ചെയ്ത് വന്നതേ കുക്കറി ഷോ കാണാനല്ല. എന്റെ ആ പഴയ ഫ്രണ്ടിനെ നീ ഓർക്കുന്നില്ലേ, ന്യൂയോർക്കിലുള്ള? ബേബി ആൻറ്റി. ആൻറ്റി സ്ട്രോക്ക് വന്ന് കിടപ്പിലല്ലേ? അതെ, ബേബിയുടെ മൂത്ത മോളെ നീ അറിയും. അമ്മു അവളെ കെട്ടിച്ചതും അമേരിക്കയില്. അമ്മ കാര്യം പറയേ. ആരാ അമ്മയ്ക്ക് വിസ ഒപ്പിച്ചു തരുന്നത്? അമ്മു. എന്തിന്? സ്ട്രോക്ക് വന്ന് കിടപ്പിലാണെങ്കിലും ബേബിക്ക് നല്ല ബോധമൊക്കെ ഉണ്ട്. എപ്പോഴും എന്നെ കാണണമെന്ന് പറയും. ആൻറ്റി കിടപ്പിലായിട്ട് 5 കൊല്ലമായി. ഇപ്പൊ എന്താ അമ്മോട് ഒരു പുതിയ സ്നേഹം? പുതിയ സ്നേഹമൊന്നും അല്ലല്ലോ. ബേബി അമ്മുവൊക്കെ അന്ന് നമ്മുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നതല്ലേ. അന്ന് നമ്മൾ എറണാകുളത്തായിരുന്നല്ലോ, നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത്. നല്ല വീട്, കാറ്, സമ്പത്ത്. ഒരുപാട് ബന്ധുമിത്രാദികളൊക്കെ അക്കാലത്ത് വന്നിരുന്നു. കാര്യങ്ങൾ കുഴഞ്ഞപ്പോൾ എല്ലാവരും മിസ്സിങ്. ഈ കേസ് മാത്രം എങ്ങനെ റീഓപ്പണായി? സത്യം പറ, എന്താ അമ്മുവിൻ്റെ പ്രോബ്ലം? അവൾ പ്രഗ്നൻ്റ് ആണോ? പ്രസവ ശുശ്രൂഷയ്ക്ക് ആളെ വേണോ അല്ലേ? ഞാനും അപ്പയും കൂടി കഴിഞ്ഞ മാസം ഡോക്ടർ മാത്യു ചെറിയാനെ കണ്ടിരുന്നു. ഏറിയാൽ 6 മാസം. അതിനപ്പുറം ഒരു ബൈപ്പാസ് സർജറി ഇല്ലാതെ അപ്പായ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. 1.5 ലക്ഷം രൂപയെങ്കിലും വേണം. നിനക്കറിയാലോ, ഈ വീട് പണയത്തില്. കാര്യങ്ങൾ അങ്ങനെ തട്ടിമുട്ടി നടന്നു പോകുന്നു എന്നല്ലാതെ എന്തെങ്കിലും അരുതാത്ത് വന്നു പോയാ നമ്മൾ എന്ത് ചെയ്യും മോളെ? അമ്മുവിന്റെ കൂടെ ഒരു 6 മാസം മതി. അത് കഴിഞ്ഞാ വേറെ വീടുകളിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് ആളെ വേണം. നിന്റെ പഠിപ്പ് കഴിയുന്നതുവരെയെങ്കിലും ഞാൻ അവിടെ നിന്ന് പറ്റിയ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എളുപ്പമാണെന്ന് അമ്മു പറഞ്ഞത്. നീ പോയി കിട്ടിയാ പിന്നെ ഇളയത്തുങ്ങളുടെ കാര്യം സേഫായില്ലേ? എൻ്റെ അമ്മേ, കാര്യം കാണാൻ ഇവരെ പോലുള്ളവരിങ്ങനെ പലതും പറയും. പേറും പിറപ്പും കഴിഞ്ഞ കുറെ പഴയ ബെഡ്ഷീറ്റും തലേണക്കാറും ഏറിയ 10,000-50,000 രൂപയും തന്ന് അവരമ്മയെ പറഞ്ഞു വിടും. നമ്മുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും തീരില്ല. പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പ അറിഞ്ഞു? അയ്യോ ഇല്ല, നിന്നോട് പറഞ്ഞിട്ട് പറയാമെന്ന് കരുതി. നന്നായി. അപ്പയ്ക്കത് സഹിക്കാൻ കഴിയില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും മോളെ? നീ ഒരു ഫോൾസ് പ്രസ്റ്റീജിന്റെ പുറത്ത് വേണ്ടെന്ന് പറഞ്ഞു. ഉഴുന്നോടെ വിറ്റ് നടക്കുന്ന എനിക്ക് എന്ത് ഫോൾസ് പ്രസ്റ്റീജ്? പുറത്തു പറയാത്ത ഒരുപാട് രോഗങ്ങളുടെ കൂടാണമ്മ. അതുമല്ല, ഒറ്റയ്ക്ക് വേറൊരു രാജ്യത്ത് പോയി ഇത്തരം ജോലികൾ ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ആളുമല്ല. പിന്നെ അപ്പയുടെ ബലത്തിൽ അങ്ങനെ നിന്നു എന്നല്ലാതെ. അതുമല്ല, അമ്മ പോയാൽ അപ്പയുടെയും പിള്ളേരും കാര്യം ആര് നോക്കും? പക്ഷെ അപ്പയുടെ ട്രീറ്റ്മെന്റ് അതിനൊരു സൊല്യൂഷൻ ഇല്ലല്ലോ. ഞാനിവിടെ മെഡിക്കൽ സെൻ്ററിൻ്റെ ഡയറക്ടറെ പോയി കണ്ടു. ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റിൽ ബൈപ്പാസ് സർജറി നടത്തുന്നൊരു സ്കീമുണ്ട് അവർക്ക്. പക്ഷേ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഒരു 50,000 രൂപ വേണ്ടി വരും. എനിക്കൊരു പാർട്ട് ടൈം ജോലി ഒത്തുകിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കായനെ. സെക്കൻഡ് ഇയർ BCA സ്റ്റുഡന്റിന് എന്ത് ജോലി കിട്ടാനടി? രാമസ്വാമി. ആര്? രാമസ്വാമി അയ്യങ്കാർ. സർ, സർ. എന്നമ്മ? രാമസ്വാമി അയ്യങ്കാർ. ഞാനെന്താ? സാറിനൊരു മകനുണ്ടോ? എനക്ക് കല്യാണമേ ആവലേ അമ്മ. ക്രോണിക് ബാച്ചുലർ. അമ്മ ഉനക്ക് എന്നാ വേണോ? നോ ഡ്യൂപ്ലിക്കേറ്റ് ബിസിനസ്, ഓൺലി ഒറിജിനൽ. തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണെന്നാണ് അയാൾ പറഞ്ഞത്. ആയിരുന്നു വൺസ് അപ്പോൺ എ ടൈം. ഒരു അമേരിക്കൻ കമ്പനിയുടെ ഔട്ട്സോഴ്സ് താ ഇങ്ക സെഞ്ചിട്ടിരുന്നത്. US കമ്പനി ക്ലോസ്, ഞാനും ക്ലോസ്. ജീവിക്കാൻ വേണ്ടി വീഡിയോ ലൈബ്രറി തുടങ്ങിയാച്ച്. ഇതും രക്ഷയില്ലേ. മൾട്ടിപ്ലക്സ്, യൂട്യൂബ്, ഡൗൺലോഡ്. യൂത്ത് കെട്ടുപോച്ചമ്മാ. അതിരിക്കട്ടോ, ഇത് സ്റ്റിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി എന്ന് യാർ സൊന്നേ? ഒരു തിരുട്ടുമുഞ്ചി.
ദിലീപ് റെഡി? റെഡി സർ. ഓക്കെ മാഡം. ഓക്കെ റെഡി ടേക്ക് സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ. ആക്ഷൻ. എല്ലാവരും തിരക്കിലാണ്. വീട്ടുജോലികൾക്ക് സമയമില്ല. സമയം മീൻസ് മണി. സമയം ലാഭിക്കാൻ ഒരു കൈത്തൊഴിൽ. പോൾസൺ പ്രഷർ കുക്കേഴ്സ്. കട്ട് കട്ട്. മാഡം ഒരു അല്പം ഫ്രെയിം ഔട്ടായി പോയി. ഓ സോറി. ഇറ്റ്സ് ഓക്കെ. റീടേക്ക്. അതാരാ നടി? അതാണ് ഷീല പോൾ, വലിയ മുതലാളിയെ. അവരുടെയാണ് പ്രഷർ കുക്കർ. കേട്ടിട്ടില്ലേ പോൾസൺ ഇൻഡസ്ട്രീസ്? ഓ, പോളാംബ്രോസിന്റെ ഭാര്യ. മാഡം റെഡിയല്ലേ? റെഡി. അപ്പൊ ഇതാണ് ഷീല പോൾ. താഴേക്ക് വെള്ളമാരെന്ന് വെച്ചാൽ താഴേക്ക് വെക്കോളൂ. ഷോട്ടിനിടയിൽ ശല്യപ്പെടുത്തരുത്. മേഡം, മേഡം. He's my son. അയ്യോ, മേഡം. നിന്റെ പേരെന്താടാ നത്തെ? പൊട്ടനാണോടാ നീ? തൊമ്മിക്കുഞ്ഞല്ലേ? അതെ, ടോം പോൾ. ഷീല മാഡത്തിന് ബോധം തെളിഞ്ഞു. മോനെ അമ്മ അന്വേഷിച്ചു. എനിക്ക് കാണണ്ട. വാ, അമ്മയെ കാണണ്ടേ? വേണ്ട. അതെന്താ? കാണണ്ടെന്ന് പറഞ്ഞില്ലേ? സാരമില്ല, ലീവ്. യൂസ്ലെസ് ആണ് അവൻ. മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? നത്തിങ് സീരിയസ്. മുറിവ് അത്ര ഡീപ്പല്ല. വീഴ്ചയുടെ ഒരു ഷോക്ക്, അത്രേ ഉള്ളൂ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പുറത്തിങ്ങനെ ഒരാൾ കാത്തു വെക്കുന്നതായി പറഞ്ഞു. ആളെ അറിയില്ലെന്നാ പറഞ്ഞത്. യഥാ മാത തഥാ പുത്ര. അവന് പറ്റൊരു പേര് പെൺകുഞ്ഞ്. എന്താണോ നോക്കി പഠിപ്പിക്കുന്നത്? അയ്യോ, അപ്പ വരുന്നു. ഹായ് സർ. സാർ ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടിയാണ് മാഡത്തിനെ. ഓ താങ്ക് യു. എന്താ പേര്? ജീലു. എവിടെയാ വീട്? ഹോസ്റ്റലിലാണ്. സ്റ്റുഡൻ്റ് ആണല്ലേ? എങ്ങനെ പോവും? വെഹിക്കിൾ ഉണ്ടോ? ഇല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം? വേണ്ട സർ, വെഹിക്കിളുണ്ട്. ഓക്കെ താങ്ക് യു. കിലോ. ബാഡ് നൈറ്റ്. ഓട്ടോയ്ക്ക് തികയില്ല. അവരെ അങ്ങോട്ട് ചെന്ന് മുട്ടുന്ന സേഫ്. എടപ്പള്ളിക്കുള്ള ലാസ്റ്റ് ബസ് പോയോ ചേട്ടാ? അതിന് നാളെ രാത്രി വിളിയേച്ചി. ലാസ്റ്റ് ബസ്സൊക്കെ എപ്പോഴേ പോയി പെങ്ങളെ. എങ്ങോട്ടേക്കാ? ഞങ്ങൾ വേണേ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ചേട്ടാ. മിക്കവാറും നിങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. വരാന്ന് പറഞ്ഞ റാസ്കലിന് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കാം. ഒരു ലിഫ്റ്റ് തരുമോ? പണി തന്നതാണോ മച്ചാനെ? പനമ്പള്ളി നഗർ. താങ്ക് യു. സോ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഹലോ, പേര് പറഞ്ഞില്ല. പണി വാളി. മനഃപൂർവ്വം പറയാതിരുന്ന രാത്രി കാണുന്ന കൊച്ചിക്കാരോട് വലിയ ലോകത്തിന് പോകരുതെന്ന് അമ്മച്ചി എപ്പോഴും പറയാറുണ്ട്. തമാശ പറയാതെ ആ നമ്പറും പേരും ഒന്ന് പറഞ്ഞേ. ഞാൻ വിൻസെന്റ്. മൈ ഫോൺ നമ്പർ ഈസ് 2255. മോനെ വിൻസെന്റ് ഗോമസേ, ഒരു നിസാര ഫ്രീ ലിഫ്റ്റിന് മോൻ വലിയ വലിയ കാര്യങ്ങളൊക്കെയാ പ്രതീക്ഷിക്കുന്നത്. എന്തിനാ നമ്പർ? നമ്മൾ പ്രേമിക്കാൻ പോകുന്നോ? അതോ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുമോ? അടുത്ത സെമിസ്റ്റർ ഫീസ് നീ തരുമോ? അതെ, ചില പെമ്പിള്ളേര് ലിഫ്റ്റൊക്കെ ചോദിക്കും. വണ്ടി നിർത്താതിരിക്കുന്നത് ആമ്പിള്ളേരുടെ മിടുക്ക്. ലോറി ട്രാഫിക് ഉള്ള സമയം. ടേക്ക് കെയർ.